ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 3/4 കിലോ കോഴി ഇറച്ചി എടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഈ വലിപ്പത്തിലുള്ള പീസായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1.5 തക്കാളിയാണ്, പിന്നെ ഒരു 2 പച്ചമുളക് കീറിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു 10-12 വെള്ളുള്ളി അല്ലിയുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ചതച്ചാണ് ചേർക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു 150 ഗ്രാം ചുവന്നുള്ളിയാണ് തോല് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സവോള ചേർക്കുന്നേ ഇല്ല. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക, തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് നമ്മളത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതൊരു 1-1.5 മിനിറ്റ് ഒന്ന് ചൂടാക്കി ഇതാ എടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം നമ്മൾ അത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂണ് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ആ ചുവന്നുള്ളി പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പെട്ടെന്നൊന്ന് വഴന്നും വരും. ചുവന്നുള്ളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വഴന്ന് വരും. ഇനി അതിലേക്ക് ചതച്ച ഇഞ്ചി, ചതച്ച വെള്ളുള്ളി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾക്ക് 1.5 തക്കാളി അതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ അളവിൽ ചതച്ച ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം ചതച്ചന്നെ ചേർക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ജീരകവും കുരുമുളകൊക്കെ ചേർത്ത് അമ്മിയിൽ അരച്ചാണ് ചേർക്കുന്നത്. ഇനി അതൊന്ന് ശരിക്കൊന്ന് മെൽട്ടാകാൻ വേണ്ടി ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം, ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ശരിക്കൊന്ന് തക്കാളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് നമ്മൾക്ക് നേരത്തെ ചൂടാക്കി വെച്ച പൊടികളും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ആ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരുപാട് സമയം നമ്മൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ പൊടിയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ചൂടാക്കിയത് കൊണ്ട് തന്നെ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ചിക്കൻ വേകുന്ന സമയത്ത് അതിൻ്റെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരുപാട് ലൂസിലല്ല ഈ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ചിക്കനെല്ലാം അതേപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. കഷ്ണമൊക്കെ ഒരുവിധം വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഇനി പോരാത്ത ഉപ്പ് ഞാനിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഞാനൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കൊന്ന് വെന്ത് സെറ്റായി വന്നോളും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണുമ്പോൾ പറയാം എണ്ണയെല്ലാം തെളിഞ്ഞ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഇതേപോലെ ചുവന്നുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കി നോക്കുക. പണ്ട് കാലങ്ങളിൽ നമ്മൾ അമ്മിയിൽ അരച്ചിട്ട് ചുവന്നുള്ളിയും ജീരകവും മുളകും മല്ലിയൊക്കെ അരച്ചാൽ ചെയ്യുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് നമ്മളിപ്പോഴും ചെയ്തത്. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേവിയൊക്കെ നമ്മൾ കറക്റ്റ് കുറിയ നല്ല പരുവത്തിലാണ് വന്നിരിക്കുന്നത്. ഈ സമയം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ ചിക്കൻ പീസ് കണ്ടില്ലേ, ഒന്നുകൂടി കുറിയ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കറിക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ കറി തന്നെ മതിയാവും. ഇതേപോലെ നാടൻ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.